ഒരിക്കലും തൃപ്തികരമല്ല, അത് യുക്തിസഹവുമല്ല. കഴിഞ്ഞ ബഡ്ജറ്റിലുടനീളം അതൊരു ബീഹാർ ബഡ്ജറ്റായി മാറി എന്ന് നമ്മൾ പറഞ്ഞല്ലോ. കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന സാമ്പത്തിക നയസമീപനം അല്ലെങ്കിൽ ബഡ്ജറ്റിന്റെ സമീപനത്തിൽ നിന്നും വ്യത്യസ്തമായ എന്ത് സമീപനമാണ് ഇത്തവണ ഉണ്ടായതെങ്കിൽ അതിനെന്താണ് യുക്തിസഹമായ വിശദീകരണം? തരാതിരിക്കുന്നതിന് ഓരോ കാരണങ്ങൾ പറയുകയാണ്. തരാതിരുന്നതല്ല, കടുത്ത അവഗണന എന്ന വാക്ക് പുറത്ത് കടുത്ത വിവേചനമാണ്. ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ, ആദികേശവൻ സാർ ഇവിടെ സൂചിപ്പിച്ചൊരു പരാമർശം വളരെ പ്രസക്തമായി എനിക്ക് തോന്നുന്നു. ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്താണ്? ഒരുതരം യുദ്ധമാണ്, സാമ്പത്തിക യുദ്ധമാണ് എന്ന് പറഞ്ഞു. നരേന്ദ്രമോദി ഈ യൂണിയൻ ഗവൺമെന്റ് കേരളവും തമിഴ്നാടും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നതും മറ്റൊരു യുദ്ധമല്ലേ? ഈ സാമ്പത്തിക വിവേചനം എന്ന് പറയുന്നത് മറ്റൊരു യുദ്ധമല്ലേ? നിങ്ങൾ നോക്കൂ, ഇന്ത്യൻ യൂണിയനിലെ ഒരു സ്റ്റേറ്റ് ആണ് കേരളം. ഭരണഘടന ഉറപ്പു നൽകുന്ന എല്ലാ അവകാശങ്ങളും നമുക്ക് ബാധകമാണ്. തന്നെയുമല്ല, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ നിർണായകമായ പല പങ്കും വഹിക്കുന്ന സ്റ്റേറ്റാണ് കേരളം. അത് NRI റെമിറ്റൻസ് ആകട്ടെ, നാണ്യവിളകളുടെ കാര്യമാകട്ടെ, മറ്റൊട്ടനവധി കാര്യങ്ങളിൽ, ഈവൻ ടൂറിസം ആകട്ടെ, ഹെൽത്ത് സെക്ടർ ആകട്ടെ, പലതരത്തിൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ പലതരത്തിൽ ചലനാത്മകമാക്കുന്ന ഒരു സ്റ്റേറ്റാണ് നമ്മുടെ കേരളം. ആ കേരളത്തിന് അർഹമായ വിഹിതമോ വികസന ഇന്ത്യ മുന്നോട്ട് പോകേണ്ട ഒരു കാലത്ത് ആ മുന്നോട്ട് പോകുന്നതിന് ആവശ്യമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കാര്യത്തിലോ ഒരു പരിഗണനയും തരുന്നില്ല എന്ന് പറയുന്നത് അങ്ങേറ്റത്തെ സാമ്പത്തിക യുദ്ധമാണ്. ഞങ്ങൾ തകർന്നു പോകട്ടെ എന്നാണ്. ഇപ്പൊ നോക്കൂ, കഴിഞ്ഞ ദിവസം വന്ന ഇക്കണോമിക് സർവേ റിപ്പോർട്ട് അടിവരയിടുന്നു, കേരളം അടുത്തൊരു മാതൃക കൂടി സൃഷ്ടിച്ചിരിക്കുന്നു. എക്സ്ട്രീം പോവർട്ടി ഇറാഡിക്കേഷൻ, അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം, അത് സാധ്യമായത് മറ്റെല്ലാ സ്റ്റേറ്റിനും മാതൃകയാണ് എന്ന് ഇക്കണോമിക് സർവേ റിപ്പോർട്ട് ഒരു മോഡലായി ഉയർത്തി കാണിക്കുകയാണ്. റഹീം, ടാക്സ് റെവല്യൂഷൻ കൂടിയോ കുറഞ്ഞോ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ്. പറയൂ. ടാക്സ് റെവല്യൂഷൻ 1.92 നിന്ന് 2.38 കൂടിയെന്ന എന്റെ ഇൻഫർമേഷൻ ശരിയാണോ തെറ്റാണോ? ഞാൻ വ്യക്തമല്ല, ഒന്നുകൂടി ഒന്ന് ചോദിക്കണം. ഫിനാൻസ് കമ്മീഷൻ 16ാം ഫിനാൻസ് കമ്മീഷൻ അതെ. അപ്പൊ കേരളത്തിൽ 1.92 ഏറ്റവും കുറഞ്ഞതായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തത്. ഇപ്പോ 2.38 ഉയർന്നുവെന്നാണ് എനിക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ. അത് നിങ്ങളെ പോലുള്ള ഹൗസിലുള്ളവരാണ് പറയുന്നത്. അത് ശരിയാണോ തെറ്റാണോ പറയുന്നതിന് ഇതിന്റെ സോഴ്സിന്റെ ലഭ്യത കുറവുണ്ട്. അത് നമുക്ക് പിന്നീട് ഒരിക്കലാകാം മിസ്റ്റർ CP ജോൺ. എന്തായാലും അങ്ങ് കേരളത്തിലെ ഫിനാൻസ് മന്ത്രിയോട് ചോദിച്ചാൽ മതി. അല്ല, ഒരു കാര്യത്തിൽ നമുക്ക് ഞാൻ പറയുന്നത് കേൾക്കാമെന്ന് തോന്നുന്നു. എനിക്ക് കണക്ടിവിറ്റിയുടെ ഒരു പ്രശ്നമുണ്ട്. ഏതായാലും നമ്മൾ ഒരു കാര്യത്തിൽ കേരളം ആസ് എ ഹോൾ ഒരു കാര്യത്തിൽ ഇതിനോട് ഈ സമീപനത്തോട് എന്ത് രാഷ്ട്രീയ സമീപനമാണ് എടുക്കേണ്ടത്. അത് രാഷ്ട്രീയ സമീപനം എന്ന് പറയുന്നത് ഒരു സോക്കോൾഡ് രാഷ്ട്രീയമല്ല. ഞാൻ ഉദ്ദേശിച്ചത് കേരളം ആകെ ഇക്കാര്യത്തിൽ എന്ത് നയമാണ് പ്രഖ്യാപിക്കേണ്ടത്. അത് കേരളം രാഷ്ട്രീയത്തിനതീതമായി നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ട ഒരു പൊളിറ്റിക്കൽ നയമല്ലേ. ഇപ്പോ നിങ്ങൾ നോക്കൂ, എത്ര വലിയ അവഗണനയാണ്. നമ്മൾ നേടുന്ന നേട്ടം, നമ്മുടെ സംഭാവനകൾ, ഇതൊന്നും പരിഗണിക്കുന്നില്ല. ഇത് കേരളത്തോട് മാത്രമല്ല, വ്യത്യസ്ത സംസ്ഥാനങ്ങളോട്, തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരോട് ട്രംപ് എങ്ങനെയാണോ പെരുമാറുന്നത് അതുപോലെ ഇന്ത്യൻ യൂണിയന്റെ ഭരണ നേതൃത്വം ഇന്ത്യൻ യൂണിയനിലെ സ്റ്റേറ്റുകളോട് പെരുമാറുന്നു എന്നുള്ള രാഷ്ട്രീയ പ്രശ്നമാണ് ഈ ബഡ്ജറ്റിൽ ഞാൻ ഉയർത്തി കാണിക്കുന്ന പ്രാഥമികമായ പ്രശ്നം. രണ്ടാമത്, രാജ്യം നേരിടുന്ന ഗുരുതരമായ പ്രശ്നം എന്താണ്? രാജ്യം നേരിടുന്ന സാമ്പത്തിക പ്രശ്നങ്ങളെല്ലാം അഡ്രസ് ചെയ്യാൻ പ്രാപ്തമായ ഒരു ബഡ്ജറ്റ് എന്ന് BJP കേന്ദ്രങ്ങൾ വിശദീകരിക്കുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? തൊഴിലില്ലായ്മയാണ്, ജോബ് സ്റ്റെബിലിറ്റിയാണ്, ലിവിംഗ് എക്സ്പെൻഡിച്ചർ ഒരു വശത്ത് ഉയരുന്നതാണ്. ലിവിംഗ് എക്സ്പെൻഡിച്ചറിൽ തൊടാൻ കഴിയാതെ വരുമാനം കുറയുകയും ഇല്ലെങ്കിൽ സ്ഥിര വരുമാനം ഇല്ലാതാവുകയും ചെയ്യുന്ന വലിയൊരു സമൂഹം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഗിഗ് എക്കോണമി വ്യത്യസ്ത മേഖലകളിലേക്ക് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ സ്ഥായിയായ വരുമാനങ്ങളില്ലാത്ത ഒരു വിഭാഗം, മറ്റൊരു പ്രൊട്ടക്ഷനും ഇല്ലാത്ത ഒരു വിഭാഗം, ചൂഷണത്തിന്റെ ഒരു സമാന്തര സാമ്പത്തിക വ്യവസ്ഥ നമ്മുടെ രാജ്യത്ത് സൃഷ്ടിക്കപ്പെടുന്നു. ഇതിനെ എങ്ങനെയാണ് അഡ്രസ് ചെയ്യുന്നത്? ഇതിനെ അഡ്രസ് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, കേന്ദ്ര ഗവൺമെന്റ് തുടർച്ചയായി എടുക്കുന്ന സമയം ഈ ബഡ്ജറ്റിലും നിങ്ങൾ നോക്കൂ, തൊഴിൽ സമയം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിലാകട്ടെ, മറ്റൊട്ടനവധി പ്രശ്നങ്ങളിൽ പുതിയ കാലത്തെ പുതിയ രൂപത്തിലുള്ള ചൂഷണങ്ങൾക്കുള്ള വഴിയൊരുക്കി കൊടുക്കുകയാണ്. ഇപ്പോ ലേബർ കോഡിന്റെ ആശങ്കകൾ നിലനിൽക്കുന്നു. തൊഴിലാളിയെ അല്ലെങ്കിൽ തൊഴിലാളി എന്ന് പറയുന്ന ഈ എക്കോണമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്തെ എങ്ങനെയാണ് ഈ ബഡ്ജറ്റിൽ അഡ്രസ് ചെയ്യുന്നത്? കർഷകരുടെ പ്രശ്നങ്ങളെ എങ്ങനെ അഡ്രസ് ചെയ്യുന്നു? ഈ പ്രശ്നങ്ങളെ ഒന്നും അഡ്രസ് ചെയ്യുന്നില്ല.
അതിനൊന്നും പരിഹാരം ഉണ്ടാക്കുന്നില്ല. ലിവിംഗ് എക്സ്പെൻഡിച്ചർ പിടിച്ചു നിർത്തുന്നതിനുള്ള എന്ത് സമീപനമാണ് കേന്ദ്ര സർക്കാർ ഈ ബഡ്ജറ്റിൽ മുന്നോട്ട് വെക്കുന്നത്? തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനുള്ള എന്ത് പദ്ധതിയാണ് കേന്ദ്ര സർക്കാർ ഇതിൽ മുൻപോട്ട് വെക്കുന്നത്? എന്തെങ്കിലും ഒരു കാര്യം ആർക്കെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? പിന്നെ എന്ത് പ്രശ്നത്തെയാണ് അവർ അഡ്രസ് ചെയ്യുന്നത്?